പ്രേക്ഷകരെ, ഞാനൊരു അടിപൊളി കൊടി കൃഷി ചെയ്തേക്കാമെന്നുള്ളൊരു പരിപാടിയാണേ. ഞാൻ അതിനു വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഞാൻ കൊടി നടാനാണ് പരിപാടി. നമ്മൾ പഴയ രീതിയിൽ കൊടി ഇടുന്ന രീതിയിൽ നമ്മൾ കൊടിയിട്ടാൽ കൊടി പോവും. നമുക്കത് അധികം പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ കൊടി പോകാതിരിക്കാനുള്ള ഒരു രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ചെടി, ഇത് കാട്ടുതിപ്പല്ലി എന്ന് പറയും. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേ കൊടി ഇട്ട് കൊടുക്കുക, എന്നാൽ പിന്നെ ഇതിൻ്റെ മൂടിചീയൽ എന്ന് പറയുന്ന ആ കേസ് ഉണ്ടാകുകയില്ല. ഞാൻ ഈ കാട്ടുതിപ്പല്ലി കുറേ മരത്തിൻ്റെ ചോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ കൊടി നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ചോട്ട് ഞാൻ കുഴിച്ചിട്ടിട്ട് അത് കിളുത്ത് വന്നിട്ടുണ്ട്. അതായി കാണുന്നത്. ഇത് ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം ഒക്കെ വെച്ച് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മണ്ട അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് കൊടിയുടെ തണ്ട് അങ്ങ് ആപ്പ് പോലെ ചെത്തിയിട്ട് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് പ്ലാസ്റ്റിക്കിനിട്ട് കെട്ടിയാൽ മതി, അത് പിടിച്ചോളും. അങ്ങനെ ഇത് നട്ടു കൊടുക്കാനാണ് പരിപാടി. ഞാൻ ഒരുപാട് കൊടിക്കൃഷി ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ എല്ലാം കേടായി പോവും. ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ മുഴുവൻ പോവും. എന്നാൽ ഇത് പോവുകയില്ല. ഇതെന്തായാലും നമുക്ക് കുറച്ച് മുളക് തരും. ഒരു 2 എണ്ണം ഇത് നട്ടു കൊടുത്താൽ മതി ഓരോ മരത്തിൻ്റെ ചോട്ടിൽ കൂടെ. കൊടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്ന കാലായി കാണുന്നത് കണ്ടോ. ഇത് കിളിഞ്ഞിലിൻ്റെ കാല. ഇതെല്ലാം കിളുത്തു തുടങ്ങി. ഇത് നേരത്തെ ഞാൻ വെട്ടി വെച്ചിട്ട് ഇത് നട്ടു കൊടുത്തിരിക്കുന്നത്. ഇത് കുറേ ഭാഗത്ത് ഈ കാല് കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കിനി കുറേ സ്ഥലത്തും കൂടി ഇനി ഇടാനുണ്ട്. അതിന് കാല് കിട്ടിയിട്ടില്ല. കാല് എത്തിച്ചിട്ട് അതിൻ്റെ ബാക്കി നോക്കണം. ഇതുണ്ടോ, തേക്കിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. തേക്കിൻ്റെ ചോട്ടിൽ, പ്ലാവിൻ്റെ ചോട്ടിൽ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട മരത്തിൻ്റെ എല്ലാം ചോട്ടിൽ കൂടെ ഞാൻ ഒറ്റയും പെട്ടയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് മരങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാം ചോട്ടിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം മറ്റേ ഇതിനിടെ കിട്ടുന്നതിനിടയിൽ കൂടെ കാല് കുഴിച്ചിട്ട് ആ കാലയിലും കൊടി കൊടുക്കാനാണ് പരിപാടി. ഇങ്ങനെ കൊടി നട്ടാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ കാട്ടുതിപ്പല്ലിയെ സംബന്ധിച്ച് ഇത് ചെളിക്കകത്താണ് സാധാരണ നടുന്നത്. ചെളിക്കകത്തൊക്കെ ഈ സാധനം അങ്ങനെ നിന്നോളും. ഇതിന് തണുപ്പ് വേണം, വെള്ളമയമൊക്കെ വേണം. ഇല്ലേ ഇത് ഉണങ്ങിപ്പോവും. കൊടി ഇടയ്ക്ക് നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. ഇത് കണ്ടോ, ഇത് ഞാൻ പാകി നിർത്തിയിരിക്കുന്നത് 2 വർഷം ആയതാണ് ഇത് പാകി നിർത്തിയിട്ട്. ഇച്ചിരി വളർന്ന് ഇച്ചിരി വലുതായി പോയി. അപ്പോൾ അതിനെ ഒന്നുകൂടെ മുറിച്ച് വിട്ടിട്ട് തളത്ത് കയറി വരുമ്പം ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് വലിപ്പം വെച്ച് പോയി. അല്ല, ഇത് കുറച്ച് നേരത്തെ തന്നെ ഇത് ചെയ്യണമായിരുന്നു. ഇതാണ് സാധനം. ഇതിനെ പാക്കറ്റിലാക്കിയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചതിൻ്റെ ശേഷം കൊടി ചോട്ടിൽ ഇത് കുഴിച്ചിട്ടാൽ മതി. കൊടി അടിച്ച് വിട്ട് കയറി വന്നോളും. ഇതിൻ്റെ ഒരു ചെറിയൊരു മുട്ട എവിടെയെങ്കിലും കിടന്നാൽ മതി, അവിടെ കിടന്ന് കിളുക്കും. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ വീടിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ വേണ്ടാത്ത കഷ്ണങ്ങളൊക്കെ എങ്ങനെയോ ഒഴിവാക്കിയപ്പോൾ അവിടെയൊക്കെ വീണ് കിളുത്തതാണ്. അത് പോവില്ല. സൂപ്പർ സാധനമാണ് കൊടി പിടിപ്പിക്കാൻ എന്താണേലും. ഇതിൻ്റെ തോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ആളുകൾ നന്നായിട്ട് മുളക് പറിച്ചെടുക്കുന്നുണ്ട്. പഴയ പോലെ വാട്ടരോഗം വരുമെന്നോ മൂടി ചീഞ്ഞു പോകുന്നോ അങ്ങനെ ഒന്നും പേടിക്കണ്ട. കശുവണ്ടിക്കൂട്, അതായത് നമ്മൾ കശുവണ്ടി പാകുന്ന പോലത്തെ അത്രയും ചെറിയ കൂട് മതി. ആ കൂടിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഇതിൻ്റെ സ്റ്റമ്പ് ഇതിങ്ങനെ നട്ടു കൊടുത്താൽ മതി. 1 ചാൺ നീളത്തിൽ മുറിച്ച് നട്ടു കൊടുക്കുക, കിളുത്തോളും. എന്നിട്ട് അത് ഒരു 2 ചാൺ ഉയരത്തിലേക്ക് വന്നു കഴിയുമ്പം ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ വലിയ മരത്തേലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ പഴയ കൊടിയുണ്ട്, അത് കേടാ. അതിനെ കളഞ്ഞിട്ട് ഇതിനെ കയറ്റിക്കൊണ്ട് വരണം. കേട്ടോ, മുരിക്കിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ എന്താണേലും കുരുമുളക് നമുക്ക് പറിച്ചെടുക്കാം ഉറപ്പായിട്ടും. പന്നിയൂർ വണ്ണാണ് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പന്നിയൂർ വണ്ണാണ്. അതാകുമ്പോൾ നല്ല ചരടിന് നീളം ഉണ്ടാവും, നല്ല മുഴുത്ത മുളകൊക്കെ ആയിരിക്കും, പറിച്ചെടുക്കാൻ രസമുണ്ട്. ഞാനൊരു 10-60 സെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കൊക്കോയായിരുന്നു ആദ്യം നിന്നിരുന്നത്. അപ്പം കുറച്ച് പ്രായമായ കൊക്കോയായിരുന്നു. കൊക്കോയ്ക്ക് വിലയില്ലായിരുന്നു. അന്നേരം ഞാൻ ആ കൊക്കോ മുറിച്ച് മാറ്റിയതാണ്. വീണ്ടും ഞാൻ കൊക്കോ തൈ വെക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടി കൊടിയും കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കൊടിയും കൊക്കോയും ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടോ, പ്ലാവയിലോട്ടൊക്കെ കൊടുത്തിരിക്കുന്ന അടിച്ചുവിട്ട് കയറിപ്പോക്കോളും. ഇങ്ങനെയാണ് ഇത് ചെയ്യണ്ടേ. മൂത്ത കൊടിവള്ളി എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ചെത്തുക. ഉണ്ടോ, ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് ഇത് ആപ്പ് പോലെ ചെത്തുക. എന്നിട്ടൊരു 1.5 ചാൺ ഉയരത്തിൽ, അത്രയും നീളം മതി. ഇതുണ്ടോ, ഇങ്ങനെ ആപ്പ് പോലെ ചെത്തിയിട്ട് ഇതാ കണ്ടോണേ, ഇതാ ഒരല്പം കിളുന്ന് ഭാഗത്ത് വെച്ചിട്ട് ഇത് മുറിച്ചിട്ട് കീറിയിട്ട് നമ്മൾ ആപ്പ് പോലെ ചെത്തി ആ കൊടിത്തണ്ട് ഇതിനകത്ത് ഇറുക്കി വെക്കുക. ശരിക്കും മുറുകിയിരിക്കണം. ഇങ്ങനെ അവിടെ ഇരുന്നോളും. എന്നിട്ട് പ്ലാസ്റ്റിക് വള്ളി കീറിയിട്ട് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടുക. കശുമാവൊക്കെ ഒട്ടിക്കുന്ന ഇങ്ങനെയാണ്. ഇതേ രീതിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അവിടെ നിന്നോളും. ഇനി ഇത് പിടിച്ചോളും. അങ്ങനെ കൊടി കയറി വന്നോളും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കൊടി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഈ തിപ്പല്ലി പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇതിൽ കൊടി കൊടുത്താൽ മതി. അപ്പോൾ തിപ്പല്ലിയെ കൊടി പിടിപ്പിക്കുന്നത് പ്രേക്ഷകർ കണ്ടല്ലോ അല്ലേ. കൊടിയിടാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബായ്.